ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു നാടൻ ഊണിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് മത്തിയാണ്. മത്തി കൊണ്ട് നല്ല തേങ്ങ അരച്ച കറിയും മീൻ പൊരിച്ചതുമാണ് ചെയ്യുന്നത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് വെട്ടി കഴുകി വൃത്തിയാക്കി എടുക്കണം. മീനൊക്കെ വെട്ടി വൃത്തിയാക്കി തരുന്നത് അമ്മയാണ്. ഈ സമയം കൊണ്ട് നമുക്ക് തോരന് വേണ്ടിയിട്ടുള്ള ചീരയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഞങ്ങളുടെ നാട്ടിലൊക്കെ ചീര തോരൻ എന്നല്ല പറയുക, ചീര ഉപ്പേരി എന്നാണ് പറയുക. നിങ്ങളെന്താ പറയാമെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ചീരയൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയ ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ചീര നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ടും കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കാറുള്ളത്. ചീരയൊക്കെ ഞാനിവിടെ മുഴുവനായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി അധികം ചേർത്ത് കൊടുക്കുന്നില്ല, ഒരു നുള്ളു മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഇത് കൈവച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് മാറ്റി വെച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് കറിയിലേക്കുള്ള തക്കാളിയും പച്ചമുളകൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്, ചെറുതായി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചി വേണം, അതും ചെറുതായി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും വേണം. പിന്നെ മീൻ കറിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയൊന്ന് അരച്ചെടുക്കണം. ഇതിനു വേണ്ടി ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച തക്കാളിയിൽ നിന്ന് 2 പീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. ഞാനിവിടെ നല്ലപോലെ ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മീൻ ഇവിടെ നല്ലപോലെ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ കാണിച്ച മീനിൽ മുഴുവനും കറി വെക്കുന്നില്ല, അതിൽ പകുതി മാത്രമേ കറി വെക്കുന്നുള്ളൂ. ബാക്കി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഇത് കുറച്ച് തിക്കായതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ച മത്തിയാണിത്. മത്തി ഞാൻ ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ കറി സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരണം. പിന്നെ ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. കറിയൊക്കെ ഇവിടെ ഒന്ന് തിളച്ച് വരുമ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ജീരകമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ടിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ മീനൊന്നും ഉടഞ്ഞു പോകാൻ പാടില്ല. ഇവിടെ കറിയൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മീനൊക്കെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെച്ച് കൊടുക്കാം. പിന്നെ കറിയിലേക്ക് കടുക് താളിച്ച് ചേർക്കാൻ വേണ്ടി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ കടുക് ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. പിന്നെ ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതേ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കടുകൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ചീര ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് ടൈം എടുത്ത് തന്നെ ചീരയൊക്കെ നല്ലപോലെ കുക്കാവുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കാം. ചീരയൊക്കെ ഇവിടെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ച് ഇതിലേക്ക് മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് മീൻ വെച്ച് കൊടുക്കുന്നുണ്ട്. മീനിൻ്റെ ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കണം. ഇവിടെ മീനിൻ്റെ 2 ഭാഗവും നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെച്ച് കൊടുക്കാം. പിന്നെ മുട്ടയൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുത്തിട്ട് മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ടയിൽ ഞാൻ തേങ്ങയും പച്ചമുളകും ചേർത്തിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തതാണ്. പിന്നെ മുകളിലായി കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ 2 സൈഡും ഒന്ന് കുക്ക് ചെയ്തെടുത്ത ശേഷം മാറ്റി വെച്ച് കൊടുക്കാം. പിന്നെ ലാസ്റ്റ് നമ്മൾ പപ്പടമാണ് ചെയ്തെടുക്കുന്നത്. പപ്പടം അധികമൊന്നും ചെയ്യുന്നില്ല, ഒരു 4 മാത്രമേ ചെയ്തെടുക്കുന്നുള്ളൂ. പിന്നെ ചോറ് ആദ്യം തന്നെ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ നാടൻ ഊണ് റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ചോറും ചീരത്തോരനും തേങ്ങ അരച്ച മീൻ കറിയും മീൻ പൊരിച്ചതും പപ്പടമൊക്കെ ആയിട്ട് സൂപ്പർ ടേസ്റ്റാണ്. നമ്മളെപ്പോഴും ചോറിന് മീനും മീൻ കറിയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കതിൻ്റെ വില മനസ്സിലാവില്ല. നമ്മൾ നാടൊക്കെ വിട്ട് നിൽക്കുമ്പോഴാണ് ഇതൊക്കെ എത്രമാത്രം നമ്മൾ മിസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ഹാപ്പി ലഞ്ച്. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.